शिवमार्गप्रणेतारं प्रणतोऽस्मि सदाशिवम्। ഓം നമർത്തീശ്വരി നമഃ. തിരുനാവായ മാഘമഹോത്സവം വളരെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭാരതത്തിൻ്റെ ആധ്യാത്മിക സാംസ്കാരിക രംഗത്ത് വളരെ വൈവിധ്യമുള്ള ഉത്സവങ്ങളും അനുഷ്ഠാനങ്ങളും ആണ് നമ്മൾ നടത്താറുള്ളത്. അത് ഓരോ ദേശത്തും ഓരോ രീതിയിൽ ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അനേക വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നടന്നിരുന്ന ഈ മാഘമഹോത്സവത്തിൻ്റെ തുടർച്ചയായി ഇപ്പോൾ ഇവിടെ ഭാരതപ്പുഴയിലെ ആരതിയും ഭക്തജനങ്ങളുടെ ഒത്തുകൂടലും എല്ലാം വന്നിരിക്കുകയാണ്. വാസ്തവത്തിൽ ഇപ്പോൾ കേരളത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും തിരുനാവായിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. കുംഭമേള എന്നാണ് പൊതുവെ കേരളത്തിൽ ഇതിനെ അറിയപ്പെടുന്നത്. ധാരാളം സന്യാസിമാർ ഇവിടേക്ക് വരുന്നു, ഭക്തജനങ്ങൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്നു, അനേകം പേര് പുണ്യനദിയിൽ കുളിക്കാൻ തയ്യാറാകുന്നു. അതിലൂടെ അവരുടെ ആത്മശുദ്ധിക്ക് വേണ്ടി അവർ ശ്രമിക്കുന്നു. ഇങ്ങനെയുള്ള അനേകം കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ ആ വിവിധ വശങ്ങളെ കാണാനും പരിചയപ്പെടാനും അതിൻ്റെ ഭാഗമാകാനും കഴിയുന്ന ഒരു അസുലഭ സന്ദർഭമായിട്ടാണ് നമുക്കിതിനെ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ പുതിയ തലമുറ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളെക്കുറിച്ചും ഏതാണ്ട് ഒരു മറവിയിലേക്ക് പോകുന്ന ഒരു സമയത്ത് ഇതിനെ വീണ്ടും ഒന്ന് ഉത്തേജിപ്പിച്ച് കൊണ്ടുവരാൻ സാധിച്ചത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. ആ ഒരു തിരക്ക് അല്ലെങ്കിൽ ആ ഒരു താല്പര്യമാണ് ഇന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എല്ലാവരുടെയും ശ്രദ്ധ ഇവിടേക്ക് വരുന്നു. പലപ്പോഴും പല ആളുകളും എന്നെ തന്നെ നേരിട്ട് വിളിക്കുകയുണ്ടായി, അവിടേക്ക് പോകണം, എന്ത് ചെയ്യണം, അവിടെ പോയിട്ട് അവിടെ എന്താണ് പ്രത്യേകതകളെന്നെല്ലാം. കാരണം അവരെ സംബന്ധിച്ചോളം ഒരു പുതുമ ഇവിടെയുണ്ട്. മഹാകുംഭമേള എന്ന് കേട്ടിട്ട് കഴിഞ്ഞ വർഷം നടക്കുന്ന സമയത്ത് അതിൽ പോകാൻ കഴിയാത്തവരും ഇവിടേക്ക് വരാൻ സാധിക്കുമോ എന്ന് ചിന്തിക്കുന്നൊരവസ്ഥയുണ്ട്. അങ്ങനെ എന്തുകൊണ്ടും നമ്മുടെ ആ ഭാരത സംസ്കാരത്തിൻ്റെ വൈവിധ്യമാർന്ന അനുഭവങ്ങളെ, പൂജകളെ, ആരാധനകളെ, അനുഷ്ഠാനങ്ങളെ, വിശ്വാസങ്ങളെ എല്ലാം ഉത്തേജിപ്പിക്കുന്ന രീതിയിലേക്ക് ഇത് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് അങ്ങേയറ്റം സന്തോഷകരമാണ്. കേരളത്തിലെ ആധ്യാത്മികമായ ആ പാരമ്പര്യത്തിന് അല്ലെങ്കിൽ അതിന് ആളുകളുടെ ഇടയിൽ ഉണർവ് കിട്ടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഗുണം കേരളത്തിലെ വരും തലമുറയ്ക്കും അനുഭവിക്കാൻ സാധിക്കും. ഏതെല്ലാം രീതിയിലാണ് നമ്മൾ ഈശ്വര ആരാധന നടത്തേണ്ടത്, അല്ലെങ്കിൽ പ്രകൃതി എങ്ങനെയാണ് ആരാധിക്കേണ്ടത്, ഇതെല്ലാം മനസ്സിലാക്കാനും ആ വൈവിധ്യത്തെ തിരിച്ചറിയാനും അതിലെ ഏകതയെ കാണാനും അതാണ് അതിൻ്റെ പ്രത്യേകത. അതെല്ലാം സാധിക്കുന്ന അപൂർവമായിട്ടുള്ള സന്ദർഭമായിട്ട് ഇതിനെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇത് എല്ലാ റോഡുകളും തിരുനാവായിലേക്ക് വരുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഭാവിയിൽ ഇത് ഒരു വലിയ കുംഭമേളയ്ക്ക് സമാനമായ ഒരു വലിയ ആഘോഷമായി തീരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു ആഗ്രഹം നമ്മളുടെ എല്ലാം ഉള്ളിലുണ്ട്, ഇവിടേക്ക് വരുന്ന ഭക്തജനങ്ങളുടെ ഉള്ളിലുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചും ഇത് തുടർന്ന് വന്ന കാര്യങ്ങളെക്കുറിച്ചും എല്ലാം നേരത്തെ പലപ്പോഴും പല സന്യാസിമാരും സ്വാമിനിമാരും എല്ലാം സംസാരിക്കുന്നുണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമാകാൻ സാധിച്ചു എന്നുള്ളത് തന്നെ വലിയൊരു പുണ്യമായി കണക്കാക്കുന്നു. ഇനിയും ലക്ഷോപലക്ഷം ജനങ്ങൾ ഈ ഫെബ്രുവരി 3 വരെയുള്ള ഈ പരിപാടിയിൽ പങ്കെടുക്കാനും അതിൻ്റെ ഭാഗമാകാനും അവരുടെ പങ്കാളിത്തം ഇതിൻ്റെ എല്ലാ രീതിയിലും ഉറപ്പാക്കാനും വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഭാവിയിൽ ഇത് വലിയൊരു കേരളത്തിൽ നടക്കുന്ന ഒരു വലിയ കുംഭമേളമായി മാറട്ടെ. ആ രീതിയിലേക്ക് ഇത് വളർന്ന് വികസിച്ച് വലുതായി തീരട്ടെ എന്ന് ജഗദീശ്വരിയോട് പ്രാർത്ഥിക്കുന്നു. ഓം മഹേശ്വരിയേ നമഃ.